ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വൈഷ്ണവീസ് വ്ലോഗ്. ഞാനിന്ന് ഉണ്ടാക്കാൻ പോണത് ഒരു പരിപ്പ് കുത്തിക്കാച്ചിയതാണ്. അതിനായി അരക്കപ്പ് തുവരപ്പരിപ്പ് നല്ലപോലെ കഴുകി വൃത്തിയാക്കി കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുക്കർ അടച്ച് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ആദ്യത്തെ വിസിൽ വന്നപ്പോൾ തീ കുറച്ചിട്ട് പിന്നെ ഒരു 3 വിസിലും കൂടെ കഴിഞ്ഞപ്പോൾ തീ ഓഫ് ചെയ്തിട്ടിട്ടുണ്ട്. ഇതിൽ ഞാൻ ഉപ്പൊന്നും ചേർത്തിട്ടില്ല, അത് കാച്ചുമ്പളെ ചേർക്കാൻ പോണുള്ളൂ. ഇപ്പോൾ കുക്കറിൻ്റെ എയറൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ തുറന്നു നോക്കിയപ്പോൾ പരിപ്പ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി താളിക്കാൻ ആവശ്യമായ ഉള്ളി ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു 6-7 ഉള്ളി ഞാൻ കഷ്ണങ്ങളായി നുറുക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ താളിക്കാനായിട്ട് ഒരു കടായി ഞാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. കടായി ഒന്ന് ചൂടാവാൻ വെയിറ്റ് ചെയ്യാണ്. കടായി ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയുള്ളി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇളക്കി യോജിപ്പിക്കുകയാണ്. ഈ ഉള്ളി നല്ലൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമ്മൾ വഴറ്റി യോജിപ്പിക്കണം. ഇപ്പോൾ ഒരു തണ്ട് കറിവേപ്പില ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടി നല്ല രീതിയിൽ വഴറ്റി യോജിപ്പിക്കുകയാണ്. ഇപ്പോൾ നന്നായിട്ട് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ 3 ടീസ്പൂൺ ഇടിമുളക് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ തീ നന്നായിട്ട് കുറച്ചിട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ മുളക് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഇനി പെട്ടെന്ന് ഞാൻ ഇളക്കിയെടുക്കുകയാണ്. അപ്പോൾ മുളക് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ച തുവരപ്പരിപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ കുക്കർ കഴുകിയ വെള്ളം കൂടെ അതിലേക്ക് എക്സ്ട്രാ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ടീസ്പൂൺ ഉപ്പുപൊടി കൂടി ഇട്ട് കൊടുത്ത് എല്ലാം കൂടി നല്ല രീതിയിൽ വഴറ്റി യോജിപ്പിക്കുകയാണ്. എല്ലാം മിക്സ് ആവുന്ന തരത്തിൽ യോജിപ്പിക്കുകയാണ്. ഇപ്പോൾ തീ കുറച്ചാണ് ഇട്ടിട്ടുള്ളത്. ഇനി നമുക്കൊരു ലിഡ് വെച്ച് ഒന്ന് കുറുകാൻ വേണ്ടി മൂടി വയ്ക്കാം. ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ലിഡൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ കുറുകി വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഒരു കറി മാത്രം മതി, ചോറ് എത്ര വേണമെങ്കിലും കഴിക്കാം. അത്രയും സ്വാദിഷ്ടമായ അടിപൊളി കറിയാണ്. മുതിർന്നവർക്കും കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു നല്ലൊരു കറിയാണിത്. പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയാവുന്ന ഏറ്റവും എളുപ്പത്തിലുള്ള ഒരു കറിയാണിത്. ഞാനിപ്പോൾ ഇതൊരു ഡിഷിലേക്ക് മാറ്റാൻ പോവുകയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം. അപ്പോൾ ഓക്കെ, ബൈ, സീ യു.